4-5 ദിവസം വരെ പുറത്ത് വെച്ചാലും കേടാവാത്ത ഈ ഉണക്കമീൻ ഫ്രൈ നമുക്കിപ്പോൾ കേരളത്തിന് വെളിയിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്ക് ധൈര്യമായിട്ട് അയച്ചു കൊടുക്കാവുന്നതാണ്. ഹായ് ഡിയേഴ്സ്, സിമ്പിൾ ഈറ്റ്സ് വിത്ത് ജിഷയിലേക്ക് സ്വാഗതം. ഈ ഫ്രൈ ഉണ്ടാക്കാനായി ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കടവരാലാണ് കേട്ടോ. 3 എണ്ണം എടുത്തിട്ടുണ്ട്, ഏകദേശം 1/2 കിലോ ഉണ്ട്. ഈ ടൈപ്പ് ദശക്കട്ടിയുള്ള മീനെല്ലാം ഉപ്പ് ഉപയോഗിച്ച് മാത്രമാണ് ഉണക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലെ ഉപ്പ് ഒരു വിധമെങ്കിലും കളയാൻ ചുരുങ്ങിയത് 2 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് വെക്കണം. ഈ വെള്ളത്തിൽ നമ്മുടെ ന്യൂസ് പേപ്പർ കീറിയിട്ടാൽ ഉപ്പ് പെട്ടെന്ന് വലിച്ചെടുത്തോളൂ കേട്ടോ. അപ്പോൾ 1 മണിക്കൂർ കൊണ്ടൊക്കെ കഴുകിയെടുക്കാം. ഞാനിപ്പോൾ മുംബൈയിൽ മോളുടെ അടുത്താണ്, ഇവിടെ ന്യൂസ് പേപ്പർ തപ്പിയിട്ട് കിട്ടിയില്ല. പകരം ടിഷ്യൂ പേപ്പറാണ് കിട്ടിയത്. വലിക്കുമെന്നൊന്നും അറിയില്ല, ചുമ്മാ കിടക്കട്ടെ. 2 മണിക്കൂറൊക്കെ ആയി. ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് കഴുകി കൊണ്ടുവരട്ടെ. ഇനി ഇതിൻ്റെ തൊലിയും വാലൊക്കെ കളഞ്ഞ് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം നമുക്ക്. പച്ച കടവരാൽ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും വാങ്ങിയിട്ടുമില്ല, ഉപയോഗിച്ചിട്ടുമില്ല. നമ്മുടെ നാട്ടിലെ പുഴയിൽ നിന്നൊക്കെ കിട്ടുന്ന വരാലുണ്ട്, അതായത് ബ്രാലെന്നൊക്കെ പറയില്ലേ, അത് കറി വെച്ചിട്ടുണ്ട്. അതിനൊക്കെ കുറേ ഗുണങ്ങളുണ്ട്. പക്ഷെ ഉണക്കമീനായി കഴിഞ്ഞാൽ ഈ ഗുണങ്ങളുണ്ടാവുമോ ആവോ. ഇത് ക്ലീൻ ചെയ്യുന്നത് അറിയാത്തവരുണ്ടെങ്കിൽ കണ്ടോട്ടെ എന്ന് കരുതിയാണ് ഞാൻ ക്ലീനിങ് ഉൾപ്പെടെ കാണിച്ചത്. ദാ തൊലിയും വാലും ഉൾപ്പെടെ ക്ലീൻ ചെയ്ത് നന്നായി വാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്രയും ഐറ്റംസാണ് ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ചേർത്തേക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാനിവിടെ എഴുതി ചേർക്കുന്നുണ്ട്. മുളക് പൊടിയും കറിവേപ്പിലും ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം മിക്സിയിലൊന്ന് ക്രഷ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഓയിലാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. നന്നായി ചൂടാകുമ്പോൾ നമുക്ക് മീനെല്ലാം ഓരോന്നായി പെറുക്കിയിടാം. എനിക്ക് മീനെല്ലാം ഈ പാനിൽ തന്നെ കൊണ്ടുപോയി. ഇനി ഇതൊരുവിധം നന്നായൊന്ന് മൊരിഞ്ഞു തുടങ്ങുമ്പോൾ പതിയെ മറിച്ചും തിരിച്ചുമൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഈ സമയത്ത് സ്പാറ്റില കൊണ്ട് തന്നെ ഇതുപോലെ ചെറുതായി പ്രസ് ചെയ്ത് ദശക്കട്ടിയുള്ള ഭാഗമൊക്കെ നന്നായി പൊടിച്ചെടുക്കുക. വെള്ളത്തിൽ നന്നായി കുതിർന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു വരും. നമുക്കിത് സൂക്ഷിച്ച് വെക്കേണ്ടത് കൊണ്ടാണ് നന്നായി മൊരിയണമെന്ന് പറയുന്നത്. ആ ക്രിസ്പിനെസ് കിട്ടണ്ടേ. ഇതിപ്പോൾ നന്നായി മൊരിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതൊരു ടിഷ്യൂ പേപ്പർ വെച്ച പ്ലേറ്റിലേക്ക് മാറ്റുവാണ്. എക്സസ് ആയിട്ടുള്ള ഓയിൽ അബ്സോർബ് ചെയ്യുന്നെങ്കിൽ ചെയ്തോട്ടെ. ഫ്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ സംഗതി ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഇതേ പാൻ തന്നെ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ചൂടായ എണ്ണയിലേക്ക് ക്രഷ് ചെയ്ത ഉള്ളിയും മറ്റ് ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കാം. ഇനിയാണ് കുറച്ച് സമയം വേണ്ടത്, കാരണം ഈ ഉള്ളിയെല്ലാം നന്നായി മൊരിയണമല്ലോ. പ്രധാനമായും നമുക്ക് കേടാകാതെ ഇരിക്കേണ്ടത് കൊണ്ടാണ്. അതുമല്ല പച്ചക്കുത്തലൊക്കെ നന്നായി മാറുകയും വേണം. എണ്ണ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ. ഞാൻ ഇടയ്ക്കൊരു ഇത്തിരി കൂടി എണ്ണ ചേർക്കുന്നുണ്ട്, കാരണം വല്ലാണ്ട് ഡ്രൈ ആകുമ്പോൾ. കഴിയുന്നത്ര കുറച്ച് ഞാൻ ചേർക്കാൻ ശ്രമിക്കുന്നുള്ള എണ്ണ. ഈ മസാലയിലാണ് കേട്ടോ ഈ ഉണക്കമീൻ്റെ ടേസ്റ്റൊക്കെ ഇരിക്കുന്നത്. അതുകൊണ്ട് അത് നന്നായി മൊരിയ കരിയാതെ ശ്രദ്ധിക്കുകയും വേണം. ഇത് മൊരിഞ്ഞു വരാൻ ഏകദേശം 8 മിനിറ്റോളം എനിക്ക് എടുത്തിട്ടോ. അത് എണ്ണ കുറവായതുകൊണ്ടാണ്. ഇനി നമുക്കിതിലേക്ക് വറുത്ത് മാറ്റി വെച്ച മീൻ ചേർത്ത് കൊടുക്കാം. ഒരല്പം എണ്ണ ടിഷ്യൂ പേപ്പർ വലിച്ചെടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി ഈ മീനും മസാലയും കൂടി നന്നായി മിക്സ് ആവണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫ്ലെയിം എപ്പോഴും ലോ ആയിരിക്കണം. പിന്നെ നമ്മൾ മസാല ഫ്രൈ ചെയ്തെടുത്തതൊക്കെ മീഡിയം ഫ്ലെയിമിലായിരുന്നു. ഇതൊരു ഈസി റെസിപ്പിയാണെന്ന് ഞാൻ പറയില്ല കേട്ടോ. പക്ഷെ ഉണക്കമീനൊക്കെ ഇഷ്ടമുള്ളവർക്ക് കുറച്ച് നാളത്തേക്ക് വേറെ ഒന്നും നോക്കേണ്ട സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം. ലഞ്ച് ബോക്സിൽ കൊണ്ടുപോകാം. കാരണം ഇതിൻ്റെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല. നല്ല സ്മെല്ലായിരിക്കും ഉണ്ടാവുക. ഒരു 2 മിനിറ്റോളം മസാലയും മീനും കൂടി നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നടുക്കൊരു സ്പേസ് ഉണ്ടാക്കി അല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് മുളക് പൊടി ഇട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയിട്ട് എല്ലാം കൂടി യോജിപ്പിക്കുക. ഇനി ഒരു 30 സെക്കൻഡോളം എല്ലാം കൂടി ഒന്ന് വഴറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ഉണക്കമീൻ ഫ്രൈ ഇവിടെ റെഡിയായി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആയ വേപ്പില ചേർക്കാൻ മറന്നു. അതുകൊണ്ട് ഞാൻ ഇപ്പോഴത്തെ ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വേപ്പില ഒന്ന് ചൂടാക്കി ചേർക്കുവാണേ. ഇങ്ങനെയുള്ള മറവികൾ സ്വാഭാവികമല്ലേ, അത് ചേർക്കാൻ പറ്റുമല്ലോ, അത് തന്നെ വലിയ കാര്യം. പിന്നെ ഇതിൽ ഞാൻ വേറെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല, എന്നിട്ടും ആവശ്യത്തിന് ഉപ്പുണ്ട്. ഞാൻ മീൻ വറുത്ത് കഴിഞ്ഞപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ നല്ല ഉപ്പായിരുന്നു. അതുകൊണ്ട് ഉള്ളിയിലൊന്നും ഞാൻ വേറെ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ. അങ്ങനെ കുറച്ച് നാൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഉണക്കമീൻ ഫ്രൈ ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എങ്ങനെ, ട്രൈ ചെയ്ത് നോക്കുമല്ലേ ഡിയേഴ്സ്? നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ രേഖപ്പെടുത്തണേ. പിന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഞെക്കിയിട്ട് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.